കേരളത്തിന്റെ ബഹുമാന്യനായ ഗതാഗത മന്ത്രി ശ്രീ KB ഗണേഷ് കുമാർ സാറിന് നൽകുന്ന കത്ത്. സാർ, ഞാൻ ആന്റണി, തൃശൂർ ജില്ലയിലെ മാള സ്വദേശിയാണ്. സാർ, 35 വർഷമായി പ്രൈവറ്റ് ബസ്സിൽ കണ്ടക്ടറായി ഞാൻ ജോലി ചെയ്യുന്നു. എൻ്റെ ബസ്സിൽ ദിനംപ്രതി 500-ലധികം വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുന്നുണ്ട് സാർ. സാർ, മാളയിൽ നിന്നും അങ്കമാലി വരെ 15-ലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 13 വർഷമായി വിദ്യാർത്ഥികളുടെ 1 രൂപ മിനിമം ചാർജ് എന്നത് ചില വിദ്യാർത്ഥികളെങ്കിലും അത് 2 രൂപയായി തരാൻ തയ്യാറാകുന്നുണ്ട് സാർ. സാർ, ഭൂരിഭാഗം പേരും സർക്കാർ നിശ്ചയിച്ച പൈസ മാത്രമാണ് തരുന്നത്. ഇപ്പോൾ ബസ് ഉടമകൾ 22-ാം തീയതി പ്രഖ്യാപിച്ചിരിക്കുന്ന ബസ് സമരം എൻ്റെ അറിവ് പ്രകാരം വിദ്യാർത്ഥികളുടെ ചാർജ് വർധനവുമായി ബന്ധപ്പെട്ടതാണ്. സാർ, കഴിഞ്ഞ 13 വർഷത്തിനു ശേഷം ബസ് നടത്തിപ്പിനുമായി ബന്ധപ്പെട്ട എല്ലാ ചിലവുകൾക്കും വൻതോതിലുള്ള വർധനവാണ് ഉണ്ടായിട്ടുള്ളതെന്ന് സാറിനറിയാമല്ലോ. എന്നിട്ടും വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനമാകാത്തത് കഷ്ടം തന്നെയാണ് സാർ. സാർ, വിദ്യാർത്ഥി നേതാക്കളോട് ആലോചിച്ച് അനുവാദം വാങ്ങി ചാർജ് വർദ്ധിപ്പിക്കുന്ന നടപടി ഉചിതമാണോ സാർ? എങ്കിലും ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടന ഇതിന് തയ്യാറാകുമോ സാർ? അത്തരം കീഴ്വഴക്കം തെറ്റായ ഒരു നടപടിയല്ലേ സാർ? ഏതെങ്കിലും ഉൽപ്പന്നത്തിനോ സേവനത്തിനോ വില കൂട്ടുന്നത് ഉപഭോക്താവിനോട് ചോദിച്ചിട്ടാണോ സാർ? അതിനല്ലേ സർക്കാർ സംവിധാനങ്ങൾ ഉള്ളത്? ഈ വിഷയത്തിൽ ജനങ്ങളെ കഷ്ടപ്പെടുത്തിയും ജീവനക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെടുത്തിയുമുള്ള ഇത്തരം സമരം ഒഴിവാക്കാൻ സാറെങ്കിലും മുൻകൈയെടുത്ത് നല്ല രീതിയിലൊരു തീരുമാനമുണ്ടാക്കി തരണമെന്ന് അപേക്ഷിക്കുന്നു സാർ.